2020 വളരെ കത്തിനിന്ന ഒരു വലിയ പ്രതിഷേധം അല്ലെങ്കിൽ കത്തിനിന്ന ഒരു വലിയ വിവാദം. ആ വിവാദം വീണ്ടും 2025 തലവെക്കുന്നു. നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി കഴിഞ്ഞ ദിവസം നേപ്പാളിൽ നടന്ന ഒരു ടൂറിസം വ്യോമയാന മന്ത്രാലയത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ശ്രീരാമനും പരമശിവനും വിശ്വാമിത്രനും വാത്മീകിയുമെല്ലാം നേപ്പാളികളാണ്, ഇന്ത്യക്കാർ ആയിരുന്നില്ല. അത് കാര്യങ്ങൾ സഹിതമാണ് അദ്ദേഹം പറയുന്നത് ഇവർ ജനിച്ചത് ഇവിടെയാണ്, പക്ഷെ അന്നതിന് നേപ്പാൾ എന്നാണോ പറയുന്നത് എന്നത് എനിക്കറിയില്ല. പക്ഷെ ഇന്നത് നേപ്പാളിനുള്ളിലാണ് എന്നത് പറയുന്നു. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം ശ്രീരാമൻ കോശി നദി കടന്ന് പടിഞ്ഞാറോട്ട് പോയ കാര്യം അതിൽ വിശദമായി പറയുന്നുണ്ട്. അത് നേപ്പാളിലുള്ളൊരു നദിയാണ്. ഒപ്പം തന്നെ സുൻസാരി പ്രദേശത്തെക്കുറിച്ചും, അതായത് അവിടെയാണ് ഈ ലക്ഷ്മണനെ ആയുധകലയൊക്കെ പഠിപ്പിച്ചിരുന്നത് എന്ന് പറയുന്നു. ആ പ്രദേശവും ഇപ്പോൾ നേപ്പാളിലാണ്. വിശ്വാമിത്രനാകട്ടെ ചതാര എന്ന് പറയുന്ന നേപ്പാൾ പ്രദേശത്ത് നിന്നാണ് ഉണ്ടായ വ്യക്തിയാണ്. വാത്മീകിയുടെ ആശ്രമമായ ബാൽമീകി അതും നേപ്പാളിലാണ്. അങ്ങനെ എല്ലാ തരത്തിലും നോക്കുമ്പോൾ നേപ്പാളിലാണ് ഇവരെല്ലാം കൂടുതലായി ഉള്ളത്. ദശരഥ മഹാരാജാവ് യാഗം നടത്തിയ സ്ഥലം റിഡി, അതും നേപ്പാളാണ് എന്ന് പറയുന്നു. ഒരുപക്ഷെ ഒലി പറയുന്നതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് അറിയില്ല എങ്കിൽ പോലും പണ്ട് കാലത്ത് അത് ഒലി പറയുന്നുണ്ട്. മുൻപ് കാലത്ത് ഇത് നേപ്പാൾ എന്ന പേരിലാണോ അറിയപ്പെട്ടിരുന്നത് അറിയില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് ഇപ്പോൾ നാം ഭൂപടത്തിൽ കാണുന്ന ഒരു പ്രദേശമായിരുന്നില്ല നമ്മുടെ ഭാരതം. ഒരു അഖണ്ഡ ഭാരതമായിരുന്നു. അത് അഫ്ഗാനിസ്ഥാനും നേപ്പാളും ഒക്കെ ഉൾക്കൊള്ളുന്നൊരു രീതിയിൽ വലിയ ഭാരതമായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന ശ്രീരാമൻ്റെയോ പരമശിവൻ്റെയോ വിശ്വാമിത്രൻ്റെയോ ഒക്കെ വേരുകൾ പല ഭാഗത്ത് ആയിട്ട് ഉണ്ടായിരിക്കാം. അതൊക്കെ ഇപ്പോൾ പുതിയ ആധുനിക കാലഘട്ടത്തിൽ മാപ്പുകളുടെ അടിസ്ഥാനത്തിൽ രാജ്യമായി മാറിയപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കാം. പക്ഷേ ഏതായാലും ഇതിനു മുൻപ് നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് കൂടിയായ KP ശർമ്മ ഒലി, ഭരണകക്ഷിയെ പിന്തുണയ്ക്കുന്ന പാർട്ടി കൂടിയാണ് നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ നേതാവ് ഇതിനു മുമ്പ് 2020 സമാനമായ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അത് വിവാദമായിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ ഉള്ള ചില ഹൈന്ദവ സംഘടനകൾ അത് ഏറ്റുപിടിച്ചിട്ടും മറ്റുമുണ്ട്. ഏതായാലും ഇപ്പോൾ ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകൾ പറയുന്നത് ഒലി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ദൈവങ്ങളെയോ അല്ലെങ്കിൽ മതത്തെയോ ഉപയോഗപ്പെടുത്തരുതെന്നാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.